ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ഒരു സാരി ഡിസൈൻ ആണ് കേട്ടോ കാണിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറിലെ ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണിത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സീക്വൻസുകളാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഒരു ബ്ലൂ ഷെയ്ഡിൽ, സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള സീക്വൻസ് ആണ് കേട്ടോ. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു സാരി ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഫ്ലവേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീക്വൻസ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള സീക്വൻസും അതുപോലെ സ്കൈ ബ്ലൂ ഷെയ്ഡ്, പിന്നെ നമുക്ക് ഗോൾഡൻ കളറ്. അപ്പോൾ ലൈറ്റ് കുറച്ച് വെട്ടം കൂടി പോയതുകൊണ്ട് നമുക്കത് ക്ലിയർ ആവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കളേഴ്സ് അതാണ് വരുന്നത് കേട്ടോ, സീക്വൻസിൻ്റെ കളേഴ്സ് അതാണ് വരുന്നത്. പിന്നെ നമുക്ക് സിൽക്ക് ത്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്കൈ ബ്ലൂ ഷെയ്ഡിൽ തന്നെ സിൽക്ക് ത്രെഡ്, അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ്, യെല്ലോ ഷെയ്ഡ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഗ്രീൻ കളർ വേണം. ഗ്രീൻ കളർ ലൈറ്റ് ഒരു പാര ഗ്രീൻ്റെ കളറാട്ടോ, ലൈറ്റ് ഷെയ്ഡാട്ടോ, അത് ആവശ്യമാണ്. പിന്നെ നമുക്ക് പിന്നെ റെഡ് കളർ, ഡാർക്ക് റെഡ് കളറിലെ ത്രെഡ്, സിൽക്ക് ത്രെഡാണ് കേട്ടോ. അതെല്ലാം സിൽക്ക് ത്രെഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സിൽക്ക് ത്രെഡ്സ് വേണം, അതുപോലെ സീക്വൻസ് വേണം, ഗോൾഡൻ കളറ്, പിന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, അതായത് സ്കൈ ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. നമുക്ക് സാരി നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത്, അതായത് നമ്മൾ പിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിറയെ ഫ്ലവേഴ്സായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുന്തോറും, അതായത് മുന്താണിയിലേക്ക് വരുന്തോറും ഈ ഒരു ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്ത പോലെയാണ് വരുന്നത്. അതായത് നമ്മൾ പൂക്കളൊക്കെ പൊഴിഞ്ഞ് വീഴുന്ന ആ ഒരു ടൈപ്പിലാണ് വരുന്നത്. നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നത് നമ്മുടെ ആ ഒരു ഷോൾഡർ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോട്ട്സ് ഇട്ട് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഫ്ലവേഴ്സ് വരുന്നതെന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഈ ഡോട്ട്സ് കൂടി തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മളുടെ അവിടെ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിറയെ ഫ്ലവേഴ്സ് നിൽക്കത്തക്ക വിധത്തിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മുന്താണിയിലേക്ക് വരുന്തോറും ഫ്ലവേഴ്സ് ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്ന പോലെ, അതായത് സ്പ്രെഡ് ചെയ്ത പോലെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ബോഡിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ എന്താ ഓരോ ഫ്ലവേഴ്സും നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്തല്ലോ, ആ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ള ഭാഗം ചെറിയൊരു റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്, ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള സീക്വൻസും എടുത്തിട്ടുണ്ട്. അപ്പം ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ നിന്ന് നമ്മൾ ലൈറ്റ് പിങ്ക് കളർ തന്നെയുള്ള സീക്വൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റ് മെറ്റീരിയൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്തിട്ട് ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എന്താ ഇതുപോലെ നീഡിലേക്കും ത്രെഡിലേക്കും നമ്മളൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സീക്വൻസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് താഴേക്ക് നമ്മൾ ത്രെഡ് കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോണേ നിങ്ങൾ. ഇതുപോലെ നമ്മൾ ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ നീഡിലേക്ക് ഒന്ന് ലോക്കിട്ടു, എന്നിട്ട് നമ്മുടെ ഈ ഒരു സീക്വൻസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് താഴേക്ക് പതിയെ ത്രെഡ് വലിച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇതുപോലെ ഒരു ത്രെഡ് എടുക്കുക, എന്നിട്ട് നമ്മൾ ലോക്കിട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആ ഒരു സീക്വൻസിൻ്റെ മുകളിലേക്ക് ആ ഒരു നോട്ട് കൊടുത്തിട്ട് താഴേക്ക് പതിയെ വലിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു റൗണ്ട്സിൻ്റെ അകത്ത് നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ വലുപ്പത്തിൽ, അതായത് കുറച്ചുകൂടെ നീളത്തിൽ ലോങ് ഫ്രഞ്ച് നോട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത് പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരുപാടങ്ങ് വലിയ ഫ്ലവേഴ്സ് അല്ല, ഒരു അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഫ്ലവേഴ്സാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു സൈസിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ചെയ്യാനായിട്ട് ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാ സൈഡിലേക്കും നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു സീക്വൻസും ത്രെഡും യൂസ് ചെയ്തിട്ട് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതാ നമുക്ക് നല്ല ഒരു ചെറിയൊരു കുഞ്ഞു ഫ്ലവറായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള സീക്വൻസ് എടുത്തു. സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലോങ് ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് നമ്മൾ ഓരോ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാരി ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവും ഇല്ല. കാരണം നമുക്ക് സാരിയുടെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 5.5 ഇഞ്ചെങ്കിലും നമുക്ക് സാരി എടുക്കുന്നുണ്ട്, സാരിയുടെ ഒരു ലെങ്ത് കിട്ടുന്നത്. പിന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് നമ്മൾ റോ കോട്ടൻ്റെ ഫാബ്രിക്കോ സ്ലബ് സിൽക്കോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സ്ലബ് സിൽക്ക് മോഡലിലുള്ള ഫാബ്രിക്കാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണിത് നമുക്ക് സാരിയുടെ ഒരു ഏകദേശം അളവ് നമുക്ക് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഓരോ കളേഴ്സ് എല്ലാം ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ നമ്മുടെ സിൽക്ക് ത്രെഡ്സിൻ്റെ. അപ്പോൾ ആ ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സെയിം ഫ്ലവേഴ്സൊക്കെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഡിസൈനർ സാരി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബ്ലാക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഈ ബ്ലാക്കിൽ പല കളേഴ്സ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തു. നമ്മുടെ റെഡ് കളറിലെ ത്രെഡും വെച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡ്, അതുപോലെ യെല്ലോ ഷെയ്ഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സിനൊക്കെ കുറച്ച് ലീഫ് വേണം. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ആ ഗ്രീൻ കളറിലെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെയിം സ്റ്റിച്ച് തന്നെയാണ്, സ്റ്റിച്ചിൽ യാതൊരു മാറ്റവും ഇല്ല. ഫ്ലവർ ചെയ്യാനാണെങ്കിലും ഈ ഒരു ലീഫ് ചെയ്യാനാണെങ്കിലും സ്റ്റിച്ച് സെയിം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ കളറിലെ സീക്വൻസും ആ ഗ്രീൻ കളറിലെ ത്രെഡും കൂടെ വെച്ചിട്ട് നമ്മൾ ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്ത് നമ്മൾ ലീഫ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ചില ഫ്ലവേഴ്സിന് ഈ ഒരു 3 പെറ്റൽസ് മതിയാവും. എന്നാൽ ചില ഫ്ലവേഴ്സിന് നമ്മൾ 2 പെറ്റൽസും കൂടെ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ ഒരു വലുപ്പം തോന്നിക്കാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലേക്ക് ഒരു കുഞ്ഞു പെറ്റലും കൂടെ ഒന്ന് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിസൈൻ എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സാരി ഡിസൈന് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ജസ്റ്റ് സാരി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം സാരി. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനൊക്കെ വരച്ച് അല്ലെങ്കിൽ പോയിൻ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഓരോ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റോൺ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ അത് സ്റ്റോൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. W7000 എന്ന് പറയുന്ന ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു സ്റ്റോണാണ് കേട്ടോ, ഒരു നല്ല സിൽവർ സ്റ്റോണാണ്, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത്. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളെ ആ ഒരു സാരി കുത്തുന്ന ഭാഗത്താണ് നിറയെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. താഴേക്ക് വരുന്നതോടെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. താങ്ക്